പലരും ചോദിക്കും, എന്തിനാ കുമ്പസാരിക്കുന്നത്? വൈദികൻ്റെ അടുക്കൽ പോയി കുമ്പസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിനേക്കാൾ വലിയ പാപിയാണല്ലോ വൈദികൻ. അറിഞ്ഞിരിക്കുക, നീ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാനൊരു പാപിയെന്ന് അംഗീകരിക്കുക. അപ്പോൾ ഇങ്ങനെ അധികാരപ്പെടുത്തിയ വൈദികർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ വൈദികളിലേക്ക് നോക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് ഊറാറയിലേക്ക്, സ്റ്റോളിലേക്ക്. ഇത് യേശുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പറയും, കുമ്പസാരം കേൾക്കുമ്പോൾ ഇത് ധരിച്ചിരിക്കണം. ഒരു എമർജൻസി കേസ് എവിടെയെങ്കിലും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അത് എക്സെപ്ഷനാണ്. അല്ലാതെ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ഇത് ധരിക്കണം. ഇനി കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ആത്മപരിശോധന ചെയ്യുക. എന്നിട്ട് ആത്മപരിശോധന, ഞാൻ എന്നാണ് കുമ്പസാരിച്ചത്? അന്ന് വൈദ്യം കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റുക. ചിന്തിക്കുക. കുമ്പസാരിക്കാൻ ചെന്ന് മുട്ടുകുത്തിട്ട് പറയുക, പാപിയായി എന്നിൽ കനിയണമേ. പറയൂ നിങ്ങൾ. കാരണം നിങ്ങൾ വലിയൊരു അപേക്ഷയുമായിട്ട് ചെല്ലുക, പാപിയായി എന്നിൽ കനിയണമേ. എന്നിട്ട് പറയുക, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? കൃത്യം ടൈമൊന്നും പറയണ്ടേ. ഇത്ര വർഷമായി, ഇത്ര മാസമായി, ഇത്ര ദിവസം, അത്രയും മതി. അന്ന് വൈദ്യം കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റിയോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. അടുത്തത് പറയണം. അന്നത്തെ നേർച്ച കടങ്ങൾ നിറവേറ്റാതെ കിടപ്പുണ്ടെങ്കിൽ അത് പറയണം. ചില നേർച്ച കടങ്ങൾ മരണം വരെ നീട്ടിക്കൊടുത്തത് മരിക്കുന്ന നേർച്ച കടത്തോടെയാണ്. നേർച്ച നേർന്നപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇത് ഉടമ്പടിയാണ്, നിറവേറ്റിയിരിക്കണം. എന്നിട്ട് നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താനാണ് പറഞ്ഞത്, അല്ലാതെ പേരും അഡ്രസ്സും പറയാനല്ല. ഒരു വൈദികനടുത്ത് കുമ്പസാരക്കുട്ടി പേര് പറയണ്ട. ഒരു വൈദികനടുത്ത് കുമ്പസാരക്കുട്ടി നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണ്ട, ഫോൺ നമ്പറും കൊടുക്കണ്ട, ചോദിച്ചാലും കൊടുക്കണ്ട. അച്ഛൻ പറഞ്ഞെന്നങ്ങ് പറഞ്ഞേക്ക്. പ്രൈസ് ദ ലോർഡ്. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ജീവിതാന്തസ് വെളിപ്പെടുത്താൻ. ഞാൻ കുമ്പസാരിക്കുന്നത് എങ്ങനെയാണ്? ഞാനൊരു വൈദികനാണ്, ധ്യാനഗുരുവാണ്. അത്രയും കൂടെ ഞാൻ പറയും. കാരണം ഒരു ധ്യാനഗുരുവിന് കിട്ടേണ്ട ഉപദേശം എനിക്ക് തരണ്ടേ. അല്ലാതെ ഒരു അപ്പന് കൊടുക്കേണ്ട ഉപദേശം എനിക്ക് തന്നിട്ട് കാര്യമാണ്, ഒരു വർത്താനം കൊടുക്കേണ്ട ഉപദേശം എനിക്ക് തന്നിട്ട്. അപ്പം നിങ്ങളുടെ ജീവിതാന്തസ് പറയുക, വിവാഹിതനാണ്, അപ്പനാണ്, അമ്മയാണ്, അല്ലെങ്കിൽ ടീച്ചറാണ്, വക്കീലാണ്, ഡോക്ടറാണ്, എന്താണോ ജീവിതാന്തസ് അത് പറയുക. നിങ്ങൾ പറയുമ്പോൾ പേര് മാത്രമല്ല, ഇത് വിവരിക്കൊന്നും വേണ്ട. ആരോട് ചേർന്ന് ചെയ്തു, എവിടെ ചെയ്തു, എങ്ങനെ, അതൊന്നും പറയണ്ട. ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുക. ശ്രദ്ധിച്ചേ, ഒരു വൈദികൻ്റെ വിശുദ്ധിയല്ല നിങ്ങൾക്ക് പാപക്ഷമ തരുന്നത്. അതാ പാപവചന ആശീർവാദത്തിലുണ്ട്. അനുതപിച്ചു വരുന്ന പാപിയെ സ്നേഹിക്കുന്ന കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്, കണ്ടോ, എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പാപം മോചിക്കും. ഇപ്പം എൻ്റെ വിശുദ്ധിയല്ല. അച്ഛൻ പറഞ്ഞ വൈദികനെ നോക്കണ്ടെന്ന്. അവസാനം ഒരു പ്രാർത്ഥനയിലൂടെ പറയും, സമാധാനത്തിൽ പോകുക, എന്നിട്ട് എഴുന്നേറ്റ് പോരാവും.